ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മട്ടൻ വരട്ടിയതാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ മട്ടൻ കഴുകിയതിന് ശേഷം ഇത് കുക്കറിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മട്ടൻ വരട്ടിയത് ഉണ്ടാക്കാനായിട്ട് നോക്കിയാലോ. അതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഈ മട്ടൻ വേവിക്കാനായിട്ട് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാനുണ്ട്. 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. 2 പച്ചമുളക് നടുകെ കീറിയത്, പിന്നെ കുറച്ച് കറിവേപ്പില. എന്നിട്ടിത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ വെള്ളമൊന്നും ഒഴിക്കണില്ല കേട്ടോ. അത് വേവാനുള്ള വെള്ളം ഈ ഇറച്ചിയിൽ നിന്ന് തന്നെ ഊറി വരും. അപ്പോൾ നമുക്കിത് വേവിക്കാനായിട്ട് നോക്കാം. 5 വിസിൽ പ്രഷർ പോയതിന് ശേഷം തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് വെന്തതിന് ശേഷം കാണിച്ചു തരാം. അപ്പോൾ ഇതേ കുക്കറിൻ്റെ പ്രഷർ എല്ലാം പോയിട്ടുണ്ട്. നമുക്കിനി തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള ഇറച്ചിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യാനായിട്ട് നോക്കാം. അതുപോലെ കണ്ടില്ലേ, ഇതിപ്പോൾ ഈ വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ള വെള്ളമല്ല, ഈ ഇറച്ചിയിൽ നിന്ന് ഊറി വന്ന വെള്ളമാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കാഞ്ഞത്. അപ്പോൾ നമുക്കിനി വരട്ടാനായിട്ട് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒഴിച്ചു കൊടുത്തിട്ടുള്ള വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നാളികേരക്കൊത്ത് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 1 മുറി നാളികേരത്തിൻ്റെ കൊത്താണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇതിപ്പോൾ വലുതാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ല പോലെ റോസ്റ്റ് ചെയ്തെടുക്കില്ല, ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക. ആ നാളികേരത്തിലത്തെ വെള്ളത്തിൻ്റെ അംശം ഒന്ന് മാറി വരുന്ന വരെ ഞാൻ ഇളക്കി കൊടുക്കണമല്ലോ. അതുകൊണ്ട് തന്നെ അതിൻ്റെ കളർ ഈ വൈറ്റ് ഷെയ്ഡ് തന്നെ ആയിരിക്കും, ആ ബ്രൗൺ കളർ ആക്കി എടുക്കണില്ല കേട്ടോ. അപ്പം നാളികേരം നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. അതിലത്തെ വെള്ളത്തിൻ്റെ അംശമൊക്കെ മാറിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് 1 സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ള സവാള ഒന്ന് മൊരിഞ്ഞ് വരണം, നല്ല പോലെയല്ല, ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് വരണം. അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ള സവാള ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ഉണ്ട വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 3 പച്ചമുളകും ഇട്ട് കൊടുക്കാം കേട്ടോ. ഇട്ട് കൊടുത്തിട്ടുള്ള വെളുത്തുള്ളിയുടെ പച്ചമണം എല്ലാം മാറി വരുന്ന വരെ നമുക്കിത് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ വെളുത്തുള്ളി എല്ലാതും മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 മീഡിയം സൈസ് ഇഞ്ചി ചതച്ചതും അതുപോലെ തന്നെ 30ഓളം ചെറിയ ഉള്ളി തൊലി കളഞ്ഞത് ജസ്റ്റ് ഒന്ന് ഇടിക്കലിൽ ഒന്ന് ഇടിച്ചെടുത്താണ് കേട്ടോ. നല്ല പോലെ ഇടിച്ചെടുത്തിട്ടില്ല, ഒന്ന് ഇടിച്ചെടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നല്ല പോലെ നമുക്ക് ഇളക്കി കൊടുക്കാനായിട്ട് നോക്കാം. ഞാൻ ഈ ടൈമിൽ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിനൊപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നല്ലപോലെ ഇളക്കി കൊടുക്കാം കേട്ടോ. നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള ഉള്ളി ഒന്ന് വാടി വരണം, അത്ര നേരം ഇളക്കി കൊടുത്താൽ മതി. നല്ല പോലെ വാടിപ്പോരുത്, അത് ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ട് നോക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ എരിവെള്ള മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി. അപ്പോൾ ഇതിലേക്കുള്ള പൊടികളെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇളക്കി കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ടുള്ള പൊടികളെല്ലാം അതൊന്ന് മൂത്ത് വരട്ടെ, അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ള പൊടികളെല്ലാം അത് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള 2 തക്കാളി കേട്ടോ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ല പോലെ ഇളക്കി കൊടുക്കാം. നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള തക്കാളിയൊക്കെ ഒന്ന് വെന്ത് ഉടഞ്ഞ് വരണം. അപ്പോൾ അതുവരെ നമുക്ക് കണ്ടിന്യൂസ്ലി ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ള തക്കാളി എല്ലാതും നല്ല പോലെ വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള മട്ടൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ മട്ടൻ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് നല്ല പോലെ ഇളക്കി കൊടുക്കാം കേട്ടോ. തുടർച്ചയായിട്ട് 5 മിനിറ്റ് നമുക്കിത് ഇളക്കി കൊടുക്കാം. അതിപ്പോൾ മട്ടൻ ആണെങ്കിലും അതുപോലെ ചിക്കൻ ആണെങ്കിലും നമ്മൾ മസാലയിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ മസാലയായിട്ട് ഒന്ന് യോജിച്ച് വരണം. അതിന് വേണ്ടിയിട്ടാണ് 5 മിനിറ്റ് തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കാനായിട്ട് പറയുന്നത്. അപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ള മട്ടനും മസാലയും നല്ല പോലെ മിക്സായി വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത് എന്താണ്? മട്ടൻ വരട്ടിയതാണ്. അതിൻ്റെ പേര് പോലെ തന്നെ നമുക്ക് ഇത് വരട്ടിയെടുക്കണം. ഇത് ഇച്ചിരി ഗ്രേവി ടൈപ്പ് അല്ലേ, അപ്പോൾ അതൊന്ന് വറ്റിച്ച് ഇച്ചിരി ഡ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ഇതൊന്ന് വറ്റിച്ചതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ. ഈ ടൈമിൽ ഇതിലേക്ക് കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് വീണ്ടും ഇത് നമുക്ക് വരട്ടിയെടുക്കാം. അപ്പോൾ ഇതിലുണ്ടായിരുന്ന ഗ്രേവി അല്ലാതെ ഞാൻ വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഫൈനൽ സ്റ്റെപ്പായിട്ട് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 1/4 ടീസ്പൂൺ ജീരകപ്പൊടി, കുറച്ച് കറിവേപ്പില കുറച്ച് കൂടിയാലും കുഴപ്പമില്ല. കറിവേപ്പിലയുടെ ഫ്ലേവർ നമ്മുടെ മട്ടൻ വരട്ടിയതിന് നല്ലൊരു ടേസ്റ്റും ഫ്ലേവറാണ് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ മട്ടൻ വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കി നോക്കണം. കഴിക്കാൻ വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്.
ഇനി നിങ്ങൾക്ക് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഗ്രേവി വരില്ലേ, ആ ടൈമിൽ ഈ പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇളക്കി കൊടുത്താൽ മതി. ഞാനിപ്പോൾ വരട്ടിയതായ കാരണം നല്ലപോലെ വെള്ളമൊക്കെ വറ്റിച്ച് വരട്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ബട്ടണടുത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വരുന്ന ഓൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം ഞങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും പുതിയൊരു വീഡിയോ വരുന്നവരെ നന്ദി, നമസ്കാരം.